ഹായ്, ഇസ്മി ഫ്രണ്ട്സ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗഡ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ, ലൈഫ് വാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ബംഗ്ലാദേശിൽ വീണ്ടും ബംഗ്ലാദേശ് കത്തിപ്പടരുന്നു, അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ പ്രതിഷേധങ്ങൾ തുടരുന്നു, അല്ലെങ്കിൽ ബംഗ്ലാദേശ് വീണ്ടും അശാന്തിയിലേക്ക് പോകുന്നു എന്ന് പറയാം. ബംഗ്ലാദേശ് വീണ്ടും പുകയുകയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമുക്കറിയാം, ഒരു ജൂലൈ തൊട്ട് തുടങ്ങിയതാണ്. ആദ്യം വിദ്യാർത്ഥി സംഘടനകൾ തുടങ്ങി, അവിടുത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നാട് വിട്ടു. അങ്ങനെ നിരവധി സംഭവങ്ങളും മരണങ്ങളും ആക്രമണങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ് ബംഗ്ലാദേശിൽ വീണ്ടും കത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം. കാരണം അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പുരോഹിതൻ ചിന്മോയ് കൃഷ്ണദാസ് ബ്രഹ്മചാര്യ എന്നു പേരുള്ള അദ്ദേഹത്തിൻ്റെ അറസ്റ്റിനെ തുടർന്നാണ് ഇപ്പോൾ ബംഗ്ലാദേശ് വീണ്ടും പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. തിങ്കളാഴ്ചയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ച് ജയിലിലടയ്ക്കാൻ കോടതി ഉത്തരവിട്ടതോടുകൂടിയാണ് കൂടുതൽ പ്രശ്നങ്ങൾ വഷളായതും അതിനെ തുടർന്ന് ജനം തെരുവിലേക്ക് ഇറങ്ങിയതും അദ്ദേഹത്തിന് അനുയായികളും അടക്കം ജനം തെരുവിലേക്ക് ഇറങ്ങി വൻ പ്രതിഷേധങ്ങളാണ് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസും ജനങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഒരു അഭിഭാഷകൻ വെട്ടേറ്റ് മരിക്കുകയുണ്ടായി. അങ്ങനെ ധാരാളം സംഭവങ്ങളാണ്. ചിറ്റഗോഗിലാണ് സംഭവം നടന്നത്. സംസ്ഥാന തലസ്ഥാനമായ ധാക്കയിലും അതോടൊപ്പം ചിറ്റഗോഗിലും വൻ പ്രതിഷേധങ്ങളും സംഘർഷങ്ങളുമാണ് തുടരുന്നത്. തുടർച്ചയായിട്ട് ബംഗ്ലാദേശിന് ഇപ്പോഴത്ര നല്ല സമയമല്ല എന്ന് പറയാം. കാരണം ഷെയ്ഖ് ഹസീന പോയതോടെ തുടർന്ന് പിന്നെ പിന്നീട് ഇങ്ങോട്ട് നിരവധി പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും പ്രസിഡന്റിനെതിരെ പ്രതിഷേധങ്ങളും ഒക്കെ നടന്നു. ഒടുവിൽ ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റോടുകൂടി അവിടെ വീണ്ടും വൻ പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്. അതിനെ തുടർന്ന് ബംഗ്ലാദേശിൽ ഒരു ക്ഷേത്രം തകർക്കുകയും ചെയ്തു. അതോടൊപ്പം ഹൈന്ദവരെ തേടിപ്പിടിച്ച് അവരുടെ ഭവനങ്ങൾ ആക്രമിക്കുക, അവരുടെ സ്ഥലങ്ങളൊക്കെ അടിച്ചു തകർക്കുക, ആക്രമിക്കുക, അവരുടെ സ്ഥലങ്ങൾ കൈവയ്ക്കുക തുടങ്ങിയ നിരവധി കാര്യങ്ങളാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹൈന്ദവ പുരോഹിതനാണ് അറസ്റ്റിലായത്. ബംഗ്ലാദേശ് പോപ്പുലേഷനെ നോക്കുമ്പോൾ ഏകദേശം 8% ഹിന്ദുക്കളാണ്. അപ്പോൾ അവരുടെ ആരാധനാലയങ്ങളിലേക്കെതിരെയാണ് ഇപ്പോൾ ആക്രമണം നടന്നിരിക്കുന്നത്. ഇതിനെല്ലാം കാരണം അദ്ദേഹത്തിൻ്റെ അറസ്റ്റാണ്. ചിന്മോയ് കൃഷ്ണദാസിൻ്റെ അറസ്റ്റാണ്. അദ്ദേഹം ആരാന്ന് വെച്ചാൽ അവിടുത്തെ ഒരു ഹൈന്ദവ പുരോഹിതനാണ്. അതോടൊപ്പം ന്യൂനപക്ഷ സംഘടനകൾ, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള സംരക്ഷണം ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രതിഷേധം നടത്തുന്ന ഒരു സംഘടനയുടെ നേതാവാണ് അദ്ദേഹം. അതോടൊപ്പം ഒരു മതപഠന ക്ലാസ്സും അദ്ദേഹം നടത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള കേസ് എന്താണെന്ന് വെച്ചാൽ മയക്കുമരുന്ന് കുറ്റം, ഒന്നാമത്തെ കേസ്. അതിന് പ്രധാനപ്പെട്ട ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ രാജ്യദ്രോഹ കുറ്റമാണ്. കാരണം അദ്ദേഹം ഈയിടെ അടുത്ത ഈ കഴിഞ്ഞ ആഴ്ച ഒരു റാലി നടത്തിയിട്ടുണ്ട്. ആ റാലിയിൽ അദ്ദേഹം ബംഗ്ലാദേശ് പതാകയ്ക്ക് മുകളിൽ തൻ്റെ പതാക, അല്ലെങ്കിൽ കാവി പതാക ഉയർത്തി എന്നാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്ന കേസ്. അദ്ദേഹത്തിന് അനുയായികളായ 17 പേർക്കുമെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. രാജ്യദ്രോഹം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അതായത് ദേശീയ പതാകയെ അപമാനിച്ചു എന്ന രീതിയിലുള്ള കുറ്റമാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയത്. അതിനെ തുടർന്നാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത്. അതോടൊപ്പം മയക്കുമരുന്ന് കേസും അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ കോടതി ജാമ്യം നിശ്ചയിച്ചപ്പോൾ തന്നെ കോടതി വളപ്പിലും ഒക്കെ ചുറ്റും വലിയ സംഘടനകളും സംഘർഷങ്ങളുമാണ് ഉണ്ടായത്. അതേ തുടർന്നാണ് അഭിഭാഷകൻ വെട്ടേറ്റ് മരിച്ചത്. ഏകദേശം 2 മണിക്കൂർ നീണ്ടു അദ്ദേഹത്തിനെ ഒന്ന് ജയിലിലേക്ക് കൊണ്ടുപോകാനായിട്ട്. കാരണം അത്രയേറെ സംഭവ വികാസങ്ങളാണ് അവിടെ അരങ്ങേറിയത്. ഇപ്പോൾ ബംഗ്ലാദേശ് വീണ്ടും നിന്ന് കത്തുകയാണ്. കാരണം അദ്ദേഹത്തിന് അനുയായികളും എല്ലാവരും കൂടി ചേർന്ന് വീണ്ടും തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ധാക്കയിലും ചിറ്റഗോങ്ങിലുമെല്ലാം വൻ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളുമാണ് നടക്കുന്നത്. അപ്പോൾ ഇതേ തുടർന്ന് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പൊളിറ്റീഷ്യനായ രമൺ ദാസ്, അദ്ദേഹം എക്സിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അതോടൊപ്പം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെയും എലക്ട് ചെയ്ത, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ എല്ലാം ടാഗ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എക്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബംഗ്ലാദേശ് വീണ്ടും കത്തുകയാണ്. മാസങ്ങളോളം നീണ്ട പ്രതിഷേധങ്ങൾ. ഷെയ്ഖ് ഹസീനയെ പുറത്തായി, അതിനുശേഷം പ്രസിഡന്റിനെതിരെ ആക്രമണങ്ങൾ, അതോടൊപ്പം ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റിനെ തുടർന്നുണ്ടായ വൻ പ്രതിഷേധങ്ങളും, അതോടൊപ്പം മതത്തിൻ്റെ പേരിൽ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതറിയാമല്ലോ, രാജ്യം മൊത്തം വ്യാപിക്കും. ഏതായാലും ഹിന്ദു സംഘടനയ്ക്ക് നേരെ, അല്ലെങ്കിൽ ഹൈന്ദവർക്ക് നേരെയാണ് ഇപ്പോൾ ഈ ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അവരുടെ ക്ഷേത്ര ആരാധനാലയങ്ങൾ അടിച്ചു തകർക്കുന്നു. അതോടൊപ്പം എല്ലാം ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചിന്മോയ് കൃഷ്ണദാസ് ബ്രഹ്മചാരിയുടെ അറസ്റ്റിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്രയും വികാസങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പറയാം. അതിൻ്റെ അലയൊലികൾ ഇന്ത്യയിലും പ്രകടമായി. കാരണം വെസ്റ്റ് ബംഗാളിൽ കൊൽക്കത്തയിൽ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ ഓഫീസിലേക്ക് BJP കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചും
ഇതിനെതിരെ അദ്ദേഹത്തിൻ്റെ അറസ്റ്റിനെതിരെ നടത്തിയ മാർച്ചും വളരെ ശ്രദ്ധേയമായി. ഏതായാലും ഇന്ത്യയിലും അതിൻ്റെ അലയൊലികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. ബംഗ്ലാദേശിൽ നടക്കുന്ന ആ ഒരു പ്രശ്നങ്ങളുടെയൊക്കെ ആ ഒരു അലയൊലികൾ ഇന്ത്യയിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഹിന്ദു പുരോഹിതൻ്റെ അറസ്റ്റിനെ തുടർന്ന് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ദേശീയ പതാക അപമാനിച്ചു എന്ന രാജ്യദ്രോഹ കുറ്റമാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.